ദൈവത്തെ ശരണമാക്കി ഒരു മനുഷ്യൻ ജീവിക്കുന്നെങ്കിൽ ആ മനുഷ്യന്റെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരും. നമ്മൾ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി 141 സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വചനം. കർത്താവായ യഹോവേ, എൻ്റെ കണ്ണ് നിങ്കലേക്ക് ആകുന്നു, ഞാൻ നിന്നെ ശരണമാക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ്റെ കണ്ണ് ദൈവത്തിങ്കലേക്കാണ്. സങ്കീർത്തനത്തിൽ മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുക, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരും. നമ്മുടെ കണ്ണ് ദൈവത്തിൽ പതിഞ്ഞാൽ നമ്മുടെ സഹായം ദൈവത്തിൽ നിന്ന് തന്നെ വരും. ഒരു ദൈവപൈതന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ മുമ്പിൽ നാട് മുഴുവൻ അവനെ ഉറ്റുനോക്കുകയാണ്. അവന് എവിടെ നിന്ന് സഹായം വരും? വിദ്യാഭ്യാസത്തിൽ പ്രശ്നം, കുടുംബത്തിൽ പ്രശ്നം, ജോലിയിൽ പ്രശ്നം, കുടുംബജീവിതത്തിൽ പ്രശ്നം. ജീവിതത്തെ ആകമാനം പ്രശ്ന സങ്കീർണമാക്കി മാറ്റിയിട്ട് ലോകം മുഴുവൻ ഒന്നിച്ച് ഒരു ദേശം മുഴുവൻ ഒരു വ്യക്തിയെ കണ്ണു നട്ടു നോക്കുകയാണ്. അവൻ എവിടെ നിന്ന് സഹായം വരും? ആ പ്രതിസന്ധിയുടെ നടുവിൽ അവൻ കണ്ണുകൾ ദൈവത്തിങ്കിലേക്കൊന്ന് ഉയർത്തുന്നെങ്കിൽ എബ്രായ ലേഖനം നമ്മെ പഠിപ്പിക്കുക, യേശുവിനെ നോക്കുക. 3-ാം അധ്യായം പഠിപ്പിക്കുക, ശ്രദ്ധയോടെ നോക്കുക. നമ്മൾ കണ്ണു പറിക്കാതെ കർത്താവിനെ നോക്കിയാൽ, ശ്രദ്ധയോടെ നോക്കുക എന്ന പദത്തിന് മറ്റൊരാശയം കൂടെ. നിനക്കെന്താവശ്യമുണ്ടോ, നിനക്കെന്ത് പ്രശ്നമുണ്ടോ, ആ പ്രശ്നത്തിനെല്ലാം പരിഹാരം യേശു ക്രിസ്തുവിലുണ്ട്. ഒരു സ്ത്രീയെ കുറിച്ച് വേദപുസ്തകം വായിക്കുക, അവൾ ഓരോ ദിവസവും ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുക. പോകാത്ത ആശുപത്രിയില്ല, കാണാത്ത ഡോക്ടർമാരില്ല, കഴിക്കാത്ത മരുന്നില്ല. വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചവൾ ഒരു ദിവസം യേശുവിനെ കുറിച്ച് കേട്ടു. അവൾ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ പ്രശ്നത്തിന് ഉത്തരം ക്രിസ്തുവിലുണ്ട്. നോക്കിയവൾ യേശുവിലേക്ക് അടുത്തു കഴിഞ്ഞപ്പോൾ അവർ യേശുവിനെ തൊട്ടു കഴിഞ്ഞപ്പോൾ അവളെ വർഷങ്ങളായി ബാധിച്ച രോഗമെന്ന ബാധ അവളെ വിട്ടുപോയി. എല്ലാത്തിൻ്റെ തുടക്കം ഒരു നോട്ടമാണ്. യേശുവിനെ നോക്കുക, വചനത്തെ നോക്കുക, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുക, കർത്താവേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു. നമ്മുടെ ശരണം കർത്താവാണ്. അവൻ നമ്മെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. കണ്ണുകളെ അടച്ച് ആ ഉൾക്കണ്ണുകൾ കൊണ്ട് ദൈവത്തെ ഒന്ന് നോക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, അനേകർ ലോകത്തെ നോക്കി നിരാശപ്പെടുമ്പോൾ ഞങ്ങൾ ദൈവത്തെ നോക്കി പ്രത്യാശിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിങ്കലേക്ക് കണ്ണുയർത്താം, നിനക്ക് ശരണമുണ്ടാകും. ഗോഡ് ബ്ലെസ് യു.